ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുക്കറിലൊരു മുട്ടക്കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 6 മീഡിയം സൈസ് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. കാരണം ഈ ഉള്ളി അധികം വഴറ്റേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ കൊഴുത്ത നല്ല ഗ്രേവിയോട് കൂടിയ ഒരു മുട്ടക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയും മസാലകൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അങ്ങനെ ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്. ഒത്തിരി വഴലാൻ വെയിറ്റ് ചെയ്യേണ്ട. നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലപ്പൊടികളുടെ ഒരു പച്ചക്കുത്തൊന്ന് മാറുന്നിടം വരെ ഒന്നുകൂടി ഇതൊന്ന് വഴറ്റണം. നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ്. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഒത്തിരി നേരം ഉള്ളി വഴന്നൊക്കെ കിട്ടുന്ന താമസം കൊണ്ട് നമുക്കിങ്ങനെ കുക്കറിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് വേണ്ട നമുക്ക് ഈ മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാൻ. ഏകദേശം മസാലയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ആ തക്കാളിയും ഒന്ന് വഴന്ന് വന്ന സമയം നമ്മൾ ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം എപ്പോഴും മുട്ടക്കറി ഒക്കെ ഉണ്ടാക്കുമ്പം നമ്മളിങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഞാനിപ്പോൾ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നിടം വരെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഈ കുക്കർ അടച്ച് വെച്ച് വെന്തതിന് ശേഷം നമ്മൾ ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഈ എരിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് വളരെ ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. കാരണം ഈ എരിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് അടിപൊളി ഒരു ടേസ്റ്റിൽ നമുക്ക് ഈ മുട്ടക്കറി കിട്ടും. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.